ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. എല്ലായിടത്തും ശക്തമായിട്ടുള്ള മഴയും കാറ്റുമൊക്കെയാണ്. എല്ലാരും മാക്സിമം സേഫ് ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യുക. എല്ലാം പെട്ടെന്ന് തന്നെ ഓക്കെ ആവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടിംഗിൽ 2023 ആ ഒരു ടണലിൽ നടന്ന ആക്സിഡന്റ് ആണ് കാണിക്കുന്നത്. അമ്മ ഹാനിന്റെ അടുത്ത് നാളെ പകല് പോയാ പോരേന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാ അച്ഛന്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് ഇന്ന് തന്നെ പോകണം, ഗ്രാൻഡ്മാനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു, അച്ഛൻ പെട്ടെന്ന് പോകുന്നു പറഞ്ഞ് ഹാനാണ് വേഗത്തിൽ വണ്ടി ഓടിപ്പിച്ച് അന്ന് നൈറ്റ് തന്നെ ഗ്രാൻഡ്മാനെ കാണാനായിട്ട് പോകുന്നത്. മുത്തശ്ശിക്ക് ബൊക്കെയൊക്കെ വാങ്ങി വളരെ ഹാപ്പി ആയിട്ട് മൂന്നുപേരും ആ ടണലിലേക്ക് കയറുന്ന ടൈമില് ഓപ്പോസിറ്റ് ഒരു കാറ് ബാലൻസ് തെറ്റി നേരെ വന്ന് ഇവരെ ഇടിക്കുകയാണ്. ആക്സിഡന്റിൽ ആ സ്പോട്ടിൽ തന്നെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. ഹാനിന് മാത്രം ജീവനുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഹീറോയുടെ അങ്കിൾ അതിലെ വരുന്നത്. ഹാനിന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ അങ്കിള് അവളെ വണ്ടിക്കുള്ളിൽ നിന്നും എടുത്ത് പുറത്തു മാറ്റിയിരുത്തി അവളെ ഒന്ന് കാമാക്കാനായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. നിന്റെ പേരെന്താന്ന് ചോദിക്കുക. കുട്ടിക്കാലത്ത് ഹാനിനെ ജങ്സൂൺ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്റെ പേര് ജങ്സൂൺ. കൊച്ചുനാളിലെ എനിക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്, മുത്തശ്ശി എന്നെ ജങ്സൂൺ വിളിക്കുന്നത്. അപ്പൊ ഞാൻ സ്ട്രോങ് ആയിരിക്കുമെന്ന്. എന്റെ അച്ഛനും അമ്മയ്ക്കും എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്കിള് മാക്സിമം അവളെ കൂളാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും എന്തൊക്കെയോ സംഭവിച്ചു എന്ന് അവക്ക് മനസ്സിലായിരുന്നു. സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ ടണലിന് പുറത്തു പോയി കോൾ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, മോളിവിടെ സേഫ് ആയിട്ടിരിക്കണേന്ന് പറഞ്ഞ് അങ്കിള് പോവാനായിട്ട് തുടങ്ങിയപ്പോ ഹാനിന് വീണ്ടും പേടിയായി. ഇവിടുന്ന് പോവരുതെന്ന് പറയാ. അങ്കിൾ ഉടനെ അവന്റെ വണ്ടിയിൽ നിന്നും ക്യാമറ എടുത്ത് അവളുടെ കൈ കൊടുത്തിട്ട് ഈ ക്യാമറ നിന്നെ സേഫ് ആയിട്ട് നോക്കും, ഇത് നീ വളരെ ഭദ്രമായിട്ട് പിടിച്ചോണെന്ന് പറഞ്ഞിട്ട് അങ്കിള് ടണലിന്റെ വെളിയിലേക്ക് വന്ന ഒരു വണ്ടി വരുന്നുണ്ട്. അതും വേഗത്തില് മാക്സിമം നിർത്താനായിട്ട് അങ്കിള് ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ വണ്ടി അങ്കിളിനെ നേരെ വന്ന് ഇടിക്കുകയായിരുന്നു ചെയ്തത്. അങ്കിളും ആ ആക്സിഡന്റിനാണ് മരണപ്പെട്ടത്. ആ വണ്ടി വേഗത്തിൽ വന്ന് അങ്കിളിനെ ഇടിച്ചിട്ട് നേരെ വന്നിരിക്കുന്നത് ആക്സിഡന്റ് നടന്ന ഇവിടേക്കാണ്. കാരണം ആക്സിഡന്റ് നടത്തിയ വണ്ടി ഇവർ തന്നെയായിരുന്നു. അവരുടെ ഫോൺ അവിടെ മിസ് ആയതെടുക്കാനായിട്ടാണ് വീണ്ടും തിരികെ വന്നിരിക്കുന്നത്. ആരോ വരുന്നുണ്ടെന്ന് തോന്നിയ ഹാന് അവിടെ ഒളിച്ചിരിപ്പുണ്ട്. വന്നിട്ടും അവര് ഫോൺ എടുത്തിട്ട് തിരികെ പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഹാൻ മയങ്ങി വീണു. അപ്പോഴും ആ ക്യാമറ അവള് മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് അവളുടെ കയ്യിൽ ആ മാർക്ക് ഫോം ആവുന്നത്. അങ്കിള് മരണപ്പെട്ടതോടെയാണ് ആ ഒരു മാർക്ക് ഫോം ആയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും ഹാൻ ഒരുപാട് തളർന്നുപോയി. അവളെ രക്ഷിക്കാൻ പോയിട്ടല്ലേ അങ്കിള് മരണപ്പെട്ടത്. അന്ന് ഒരു ആക്സിഡന്റ് അല്ല, 2 ആക്സിഡന്റ് നടന്നു. എന്നെ രക്ഷിക്കാനായിട്ടാ അങ്കിള് മരണപ്പെട്ടത്, ഞാൻ കാരണമാണെന്ന് പറഞ്ഞു ഹാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഹീറോയും ഇതെല്ലാം കേട്ട് ശരിക്കും ഷോക്കായി. എന്നാലും ഹീറോയുടെ സങ്കടവും വിഷമവും ഒക്കെ ഉള്ളിലൊതുക്കി ഹാനിനെ കൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുകയാണ്. അവക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് കഴിക്കാനൊക്കെ സാധാ പോലെ സംസാരിച്ചോണ്ടിരിക്കുക. ഹാൻ ചോദിക്കാൻ തുടങ്ങി, ഞാൻ നിന്റെ അങ്കിളിന്റെ മരണത്തിന്റെ കാരണം പറഞ്ഞിട്ടും നീ എന്തുകൊണ്ടാ പഴയ പോലെ നോർമൽ ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നത്? ഇത്രയും നാളും നീ നിന്റെ അങ്കിളിന് വേണ്ടിയല്ല വെയിറ്റ് ചെയ്തത്. അങ്കിളിനെ അവര് വണ്ടി കൊണ്ടിടിച്ച് കൊന്നറിഞ്ഞിട്ടും നീ എന്തുകൊണ്ടാ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുക. ഹീറോ ഉടനെ സമാധാനത്തില്, കാരണം നീ നിന്നെ തന്നെ ബ്ലെയിം ചെയ്തോണ്ടിരിക്കുക. ഇതെല്ലാം നടന്നത് നീ കാരണമാണെന്നുള്ള ഒരു ഗിൽറ്റി ഫീൽ ഉണ്ട് ഉള്ളില്. അതൊന്നും വേണ്ട, നീ കാരണമല്ല ഇതൊന്നും നടന്നത്. ഓൾറെഡി ഇതെല്ലാം ഡിസൈഡ് ചെയ്തതാണ്. കാരണക്കാര് നീയാണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുന്ന് പോവാൻ നേരം ഹീറോ ഹാനിനെ പിടിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള മെമ്മറീസ് ഒക്കെ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കുക. ബാക്കി മെമ്മറീസോ? ഇനി ഏത് മെമ്മറീസ് എന്ന് ചോദിച്ചാൽ നിനക്ക് എല്ലാ കാര്യവും ഓർമ്മ വന്നു. ആക്സിഡന്റ് നടന്നതും എന്റെ അങ്കിളിനെ പറ്റിയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും. പക്ഷെ 2 മാസം നീ കോമ സ്റ്റേജിലായിരുന്നപ്പോ ഞാനല്ല നിന്നെ ഭദ്രമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് എന്ന് മാത്രം നല്ല മെമ്മറീസ് ഉണ്ടെന്നറിയോ? അത് മാത്രം നിന്റെ അടുത്ത് ഓർമ്മയില്ല. ഇപ്പൊ വന്നിരിക്കുന്ന ഈ ബാഡ് മെമ്മറീസ് എല്ലാം മാറ്റി എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ തമ്മിലുണ്ടായിരുന്ന നല്ല മെമ്മറീസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എപ്പോഴും ഹാപ്പി ആയിട്ട് മാത്രം ഇരിക്കുക, പഴയതെല്ലാം മറന്നേക്കെന്ന് പറഞ്ഞ് ഹാനിനെ ഹഗ് ചെയ്ത് പറഞ്ഞു വിടുകയാണ്. ഹാൻ നേരെ വന്നിരിക്കുന്നത് കിമ്മിന്റെ അടുത്തേക്കാ. കിം ഓൾറെഡി ഒരുപാട് കൺഫ്യൂഷനിൽ നിൽക്കുക. രണ്ടുപേരും ഡ്രിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ നമ്മ പതിവ് പോലെ ഞാനെ കാണാനായിട്ട് വന്നിരിക്കുക. ഞാൻ ധൃതി പിടിച്ച് എവിടേക്കോ പോവാണ്. ഞാൻ കരുതിയത് അവള് ആ ഒരു ഫ്ലവർ ഷോപ്പിൽ ആളെ കാണാൻ പോവാണെന്നാണ്. എന്നാൽ ഞാൻ നേരെ വന്നിരിക്കുന്നത് ഒരു അമ്പലത്തിലേക്കാണ്. അവിടെ ഇരുന്ന് അവളുടെ മനസ്സിലുള്ളതെല്ലാം പറയാൻ തുടങ്ങി. എനിക്കറിയാം നാം നീ ഇവിടെ തന്നെ ഉണ്ടെന്ന്. എന്റെ അടുത്ത് ഒരുപാട് ദേഷ്യമുള്ളതുകൊണ്ടായിരിക്കാം ഇതുവരെ ആഫ്റ്റർ ലൈഫിലേക്ക് പോവാത്തത്. എന്റെ സിറ്റുവേഷനും കൂടെ ഒന്ന് മനസ്സിലാക്കണം, എനിക്ക് പറ്റുന്നില്ല. എപ്പോഴും എന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് ശരിക്കും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതൊക്കെ ഒരുപാട് തെറ്റാന്ന് എനിക്കറിയാം. നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെന്നും എനിക്കറിയില്ല. സമാധാനം എന്താന്ന് കൂടി എനിക്കിപ്പോ അറിയില്ല. എന്നെ മനസ്സിലാക്കുമെന്നാ ഞാൻ കരുതുന്നത്. എനിക്കിവിടെ ജീവിക്കണമെങ്കിൽ നീ എന്നെ വിട്ടു പോയേ പറ്റുള്ളൂ. പ്ലീസ് എന്നെ വിട്ട് ഇവിടുന്ന് പോന്ന് പറഞ്ഞ് അവള് പൊട്ടിക്കരയാൻ തുടങ്ങി. കരയുന്നതിനൊപ്പം അവനോട് സോറി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നമ്മും കരഞ്ഞോണ്ട് അവളോട് സോറി ചോദിക്കുകയാണ്. കാരണം ഇതിൽ ഒരുപാട് തെറ്റ് നമ്മിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അവിടെ സീൻ കട്ടാക്കി ഹാൻ യൂണിന്റെ അനിയത്തിനെ കാണാൻ വന്നിരിക്കുകയാണ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അവളുടെ ചേട്ടൻ നിരപരാധിയായിരുന്നു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കുമെന്നും അവക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടാക്കി ആ ഒരു മിനിസ്റ്റർ ലോയറിന്റെ അടുത്ത് അയാളുടെ അസിസ്റ്റന്റ് വന്ന് ഹാൻ യൂണിന്റെ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തു. അതുമാത്രമല്ല ടണലിൽ നടന്ന ആക്സിഡന്റിനെ പറ്റി അന്വേഷണം വീണ്ടും നടത്തണമെന്ന് പറഞ്ഞു കോടതിയിൽ ഫയൽ സബ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഏകദേശം റെഡിയായ മട്ടാണെന്നൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ ഈ ലോയറിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതെല്ലാം
ഇതെല്ലാം കേൾക്കുന്ന ലോയറിനും എന്തൊക്കെയോ ഭയം വന്ന് തുടങ്ങിയിരിക്കുന്നു. എന്തായാലും നീ ഹാനിനെ വാച്ച് ചെയ്തോണ്ടേയിരിക്കണം, എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് കണ്ട അപ്പൊ തന്നെ എനിക്ക് ഇൻഫർമേഷൻ തരണമെന്ന് അസിസ്റ്റന്റിനെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അവിടെ സീൻ കട്ടാക്കി ഒരു ഗ്യാങ്സ്റ്റർ ടീമിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെ ഇട്ട് ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട്. അയാൾ അവരോട് എനിക്ക് മിനിസ്റ്ററിനെ നന്നായിട്ട് അറിയാം, ഞാൻ നേരിട്ട് പോയി ചോദിച്ചാൽ അയാൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല, അയാളുടെ ഒരു വലിയ രഹസ്യം എനിക്കറിയാം, പ്ലീസ് എനിക്ക് 3 ദിവസം മാത്രം സമയം താന്ന് പറഞ്ഞ് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരാകെ അവന് 2 ദിവസം മാത്രമാണ് സമയം കൊടുക്കുന്നത്. ഈ തല്ല് കൊണ്ടുകൊണ്ടിരിക്കുന്ന ആളെ തപ്പി തന്നെയാണ് നമ്മ ഇവിടെ നടക്കുന്നത്. കറക്റ്റ് ആ ഗ്യാങ്സ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അയാൾ ഓടിപ്പോകുന്നത് നമ്മും ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ സീൻ കട്ടാക്കി ഹീറോ ഒരു കെട്ട് പുസ്തകം എടുത്ത് ഈ ബുക്കെല്ലാം റെഫർ ചെയ്താ നമുക്ക് ആ ഡെഡ് ഗേറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്കിളും അത് തന്നെ തപ്പി നടന്നിരുന്നത്. അത് കണ്ടുപിടിച്ച ഒരു പക്ഷേ ഇതെല്ലാം മാറ്റാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞ് ഗൂവും ഹീറോയും കൂടെ അത് റെഫർ ചെയ്യാനായിട്ട് തുടങ്ങുക. ആ ടൈമിൽ ഗൂവിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജ് കിമ്മിന്റെ അടുത്തുനിന്നായിരുന്നു. ഞാൻ ഒരാളെ ബ്ലൈൻഡ് ഡേറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞായിരുന്നു. അത് കണ്ടതും ഗൂവിന് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ലല്ലോ. ബോസ് എനിക്ക് അർജന്റ് ആയിട്ടുള്ള ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ പോവാ. ഗൂ പോവാന്ന് പറഞ്ഞതും ഇത് തന്നെ ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. എന്നാൽ ഗൂവിന് അതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. കിമ്മാണ് ഇപ്പൊ ഗൂവിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ കിമ്മിന്റെ അടുത്ത് വന്ന ബ്ലൈൻഡ് ഡേറ്റിന് വന്ന ആളോട് സംസാരിച്ചു തുടങ്ങിയിരുന്നു. അത് കണ്ടതും ഗൂവിന് നല്ല ദേഷ്യം വന്നെങ്കിലും നേരെ പോയി അയാളുടെ ദേഹത്തേക്ക് കയറി. ഗൂവാണ് ഇപ്പൊ അയാളുടെ ദേഹത്തെന്ന് മനസ്സിലാക്കാനായിട്ട് കിമ്മിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. രാവിലെ മുതൽ ഇത്ര നേരമായിട്ട് എനിക്ക് എന്താ മെസ്സേജ് അയക്കാന്ന് ചോദിക്കുക. അത് കേട്ടതും ഗൂ ഷോക്കായിട്ട് ഞാനാ ഇതെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുക. അതൊന്നും അത്ര വലിയ വിഷയമൊന്നും അല്ല, ഇപ്പൊ എങ്ങനെയാണെങ്കിലും എനിക്ക് നിന്നെ മനസ്സിലാകും. ഞാൻ ചോദിച്ചതിന് മറുപടി പറ, എന്താ രാവിലെ മുതൽ മെസ്സേജ് അയക്കാന്ന് ചോദിക്കുക. ഞാനൊരു ഗോസ്റ്റ് ആണെന്ന് അറിഞ്ഞ് ഓൾറെഡി ഷോക്കിലായിരിക്കും. അതിന്റെ കൂടെ മെസ്സേജും കൂടെ അയച്ച് പേടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയ മെസ്സേജ് അയക്കാനെന്ന് പറയാ. ഇവരിതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ഗൂവിന്റെ ടൈം തീരാറായി. എനിക്കിപ്പോ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. എന്റെ ബോസ് ആണെങ്കിൽ ഗോസ്റ്റിനെക്കാട്ടിലും കുറച്ച് ടെററാ. അതുമല്ല 10 നിമിഷത്തിൽ കൂടുതൽ എനിക്കൊരു ബോർഡിൽ നിൽക്കാൻ പറ്റില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം ഡേറ്റിങ്ങിന് പോയാലോ? അടുത്ത ഫ്രൈഡേ നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും, നമുക്ക് അന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഗൂ അവിടുന്ന് പോവാണ്. ഗൂ ബോർഡിൽ നിന്നിറങ്ങിയതും ആ പയ്യൻ സംസാരിക്കാൻ തുടങ്ങിയ സോറി ഞാൻ വേറൊരു ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടി ഓൾറെഡി ഡേറ്റ് കൊടുത്തുപോയി, ഇനി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ആ പയ്യന്റെ അടുത്തുനിന്ന് പോവാ. അയാൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഗൂവിന്റെ അടുത്ത് സംസാരിച്ചപ്പോ കിമ്മിന് വല്ലാത്തൊരു സന്തോഷമുണ്ട് മുഖത്ത്. അവിടെ സീങ്കട്ടാക്കി യൂണിന്റെ അമ്മേനെ കാണാനായിട്ട് പോലീസ് ഓഫീസർ വന്നിരിക്കുകയാണ്. അവിടെ വന്നപ്പോ അമ്മ പോലീസുകാരന്റെ അടുത്ത് ഹീറോയുടെ സ്റ്റുഡിയോയില് യൂണിനെ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒപ്പം ആ ഫോട്ടോയും കാണിച്ചു. കഴിഞ്ഞ മാസമാണ് ഈ ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞിട്ട് പോലീസുകാരന് വിശ്വസിക്കാനേ പറ്റിയില്ല. 3 വർഷം മുമ്പ് മരിച്ച ആള് കഴിഞ്ഞ മാസം ഫോട്ടോ എടുക്കുന്നത് എങ്ങനെ വിശ്വസിക്കാനല്ലേ? എന്നാലും ഓൾറെഡി ഹീറോയുടെ അടുത്തും ഹീറോയുടെ സ്റ്റുഡിയോയുടെ മേലിലും നല്ല രീതിയിൽ സംശയമുള്ളതുകൊണ്ട് ഇനി ശരിക്കും അയാൾ ഗോസ്റ്റിന്റെ ഫോട്ടോ എടുക്കുന്ന ആളാണോ എന്നൊരു സംശയം വന്നു തുടങ്ങി. ഹാനി 2 കേസുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ മാക്സിമം കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹീറോയും ഗൂവും ഇപ്പോഴും ബുക്കുകളൊക്കെ റെഫർ ചെയ്തോണ്ടിരിക്കുക. ഇന്നാണ് ഗൂ ഡേറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞേക്കുന്ന ദിവസം. പയ്യെ ബോസിന്റെ അടുത്ത് കാര്യമൊക്കെ അവതരിപ്പിച്ച് ഇന്ന് ഡേറ്റിങ്ങിന് പോയിക്കോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ച് നേരെ കിമ്മിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കിമ്മാണെങ്കിൽ അവിടേക്ക് വരുന്ന ഓരോ ആളും ഗൂ ആയിരിക്കോ എന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഫൈനലി കിം വെയിറ്റ് ചെയ്ത ആള് വന്നു. ഗൂവിന് 10 മിനിറ്റ് മാത്രമല്ലേ ഒരാളുടെ ബോഡിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 10 മിനിറ്റ് കൂടുമ്പോ ഓരോരുത്തരുടെ ബോഡിയിൽ കയറാൻ തുടങ്ങി. കിം അങ്ങനെ ഡേറ്റ് ചെയ്തതെല്ലാം പല ആൾക്കാരുടെ കൂടെയാ. എന്നാ ഉള്ളിലുള്ളതെല്ലാം ഗൂവിന്റെ ലവ്. ശരിക്കും അവരുടെ ഡേറ്റിംഗ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. രണ്ടുപേരുടെയും കണ്ണില് അത്രയും ലവ് കാണാം. ഇവിടെ ഹീറോ ഇപ്പോഴും റെഫർ ചെയ്തോണ്ടേയിരിക്കുക. അവിടേക്ക് ഹാൻ വരുന്നുണ്ട്. ഹാൻ വന്ന് പതിയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കുറച്ചേരം അനങ്ങാതെ നിൽക്കെ എന്നെ ചാർജ് ചെയ്തോണ്ടിരിക്കാന്ന് പറയാ. കുറച്ചേരം കഴിഞ്ഞപ്പോ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ ടൈമില് ഹീറോ ഒരു ഡയറി കൊടുക്കുന്നുണ്ട്. ഇത് 2 മാസം കോമാ സ്റ്റേജിലായിരുന്നപ്പോ ഹാൻ തന്നെ എഴുതിയതാണ്. ഇത് വായിച്ചാ നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നോക്കാൻ പറഞ്ഞാണ് അത് കൊടുക്കുന്നത്. ഹാനും അത് വാങ്ങി വെച്ചിട്ട് അതെല്ലാം നിക്കിട്ട് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താന്ന് ചോദിക്കാം. ഹീറോ ഉടനെ ഒരു റൈഡിൽ പോകുന്നതാന്ന് പറയാ. റൈഡിൽ പോകുന്നതോ? നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ റൈഡിൽ പോകുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത്? ഓക്കെ, അതെല്ലാം വിട്, എങ്കിൽ പിന്നെ നമുക്ക് അവിടെ തന്നെ പോയാലോ എന്ന് ചോദിക്കാം. ഹീറോയും നാളെ തന്നെ പോവാന്ന് പറയുന്നുണ്ട്. ഇവിടെ കിമ്മും ഗൂവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് ഗൂ കിമ്മിനെ കിസ് ചെയ്യാനായിട്ട് ക്ലോസ് ആയിട്ട് വന്നപ്പോഴേക്കും ആ ഒരു മൊമെന്റ് സ്പോയിലർ ചെയ്യാനായിട്ട് കറക്റ്റ് അലാറം അടിച്ചു. ഗൂവിന്റെ ടൈം കഴിഞ്ഞു. ഗൂ അവിടെ നോടിയതും അയ്യോ ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ള രീതിയിലാണ് കിമ്മും ഗൂവും. എന്റെ ഫസ്റ്റ് കിസ് ഇങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ഗൂ അവിടെ കിടന്ന് അലറിക്കൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്തേക്കാണ് ഹീറോയും ഹാനും വന്നിരിക്കുന്നത്. ഗൂവിനെ അവിടെ കണ്ടതും ഹാൻ ഗൂവിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഗൂവിന്റെ പേര് വിളിക്കുന്നത് അവിടേക്ക് വരുന്ന കിമ്മ് കറക്റ്റ് ആയിട്ട് കേൾക്കുകയും ചെയ്തു. ഹാൻ, നീ ഇപ്പൊ സംസാരിച്ചത് ഗൂവിന്റെ അടുത്താണോ? നിനക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നുണ്ടോ? എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാ. ഹീറോ ഉടനെ കിമ്മിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോയിൽ പോയിട്ട് സംസാരിക്കാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ടേക്ക് വിളിച്ചു.
വെച്ചോണ്ട് പോവാണ്. ഇവിടെ ആ തല്ലുകൊണ്ട് അയാള് ഡ്രിങ്ക് ഒക്കെ ചെയ്ത് ഒരു ലെവലും ഇല്ലാതെ നടക്കുന്നുണ്ട്. അവിടെ ഒരു ടാക്സി വന്നതും അയാൾ അതിലേക്ക് കയറുന്നുണ്ട്. ആ ടാക്സി ഓടിക്കുന്നത് നമ്മായിരുന്നു. അവിടെ സിംഗട്ടാക്കി സ്റ്റുഡിയോയിലേക്ക് കിമ്മിനെ കൊണ്ട് വന്നിരിക്കുക. കിം അതിനുള്ളിൽ കയറിയതും എന്താ കാണുന്നതെന്നുള്ളത് അവക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ ഓരോ കാര്യവും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഞാനും ഇതുപോലെ ആദ്യം ഇതെല്ലാം കണ്ടു നിന്നതെന്ന് കിമ്മിന്റെ അടുത്ത് ഹാൻ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പറഞ്ഞപ്പോ കിം ആദ്യമേ ചെയ്യുന്നത് ഹാനിന്റെ അടുത്ത് പിണങ്ങിയിരിക്കുക എന്നുള്ളതാ. കാരണം ഇത്രയും വലിയൊരു കാര്യം അവളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. നീ എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടിരുന്നെങ്കിൽ ഇതൊക്കെ പറയത്തില്ലേന്ന് ചോദിക്കുക. ഹാനും ഉടനെ നിങ്ങൾ രണ്ടും ഡേറ്റിങ്ങിന് പോയ ആരും എന്നോടും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? അതാ പറയാഞ്ഞെന്ന് പറഞ്ഞ് അവർ രണ്ടും ഡീലായ ടൈമില് പിന്നെ ഹീറോയുടെ അടുത്തായി. ഗുവിനെ ടോർച്ചർ ചെയ്യുന്ന ആ ഈവിൾ ബോസ് നിങ്ങളാണോ എന്ന് ചോദിക്കുക. ഈവിൾ ബോസോ? ഓഹോ, നീ എന്നെ ഈവിൾ ബോസ് എന്നൊക്കെ അല്ലേ പരിചയപ്പെടുത്തിയിരിക്കുന്നത്? എന്നെ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തല്ലോ എന്നൊക്കെ ഗുവിന്റെ അടുത്ത് ചോദിക്കുക. ഗുവും അല്ല, ഞാൻ നൈസ് ബോസ് എന്നാ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് പരത്തിക്കൊണ്ടിരിക്കുക. ആ ടൈമില് അവിടേക്ക് വരുന്നുണ്ട്. അയാളെ കൊണ്ട് നേരെ ഇങ്ങോട്ടേക്കാ വന്നിരിക്കുന്നത്. ഹീറോ എന്നിട്ട് നേരെ അയാളെ കാണാനായിട്ട് വന്നിരിക്കുക. നീ മിനിസ്റ്ററിനെ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടും അയാൾ അതിനൊന്നും റെസ്പോണ്ട് ചെയ്ത് കാണില്ലല്ലോ. അയാൾക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യമൊക്കെ കഴിഞ്ഞു. നിന്നെ ഏത് സമയം വേണമെങ്കിലും കൊല്ലാം. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാ ഞാൻ നിന്നെ സഹായിക്കാന്നൊക്കെ ഹീറോ പറയുന്നുണ്ട്. എന്നിട്ട് ഹീറോയുടെ വിസിറ്റിംഗ് കാർഡും കൊടുത്ത് എല്ലാം പറയാൻ തോന്നിക്കഴിഞ്ഞാൽ ഇതില് കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഹാനും കിമ്മും ഡ്രിങ്ക് ചെയ്ത അവരുടെ കാമുകന്മാരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. കിമ്മിന്റെ കാമുകൻ കുറച്ച് വിയേഡാണല്ലോ, ഒരു ഗോസ്റ്റ് ആണ്. അവൾ ഇതുവരെ നേരിട്ട് പോലും കണ്ടിട്ടില്ല. ഹാനിന്റെ അടുത്ത് ഗുവിനെ കാണാൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുക. ടോളായിട്ട് നല്ല ഫെയർ സ്കിന്ന്, നല്ലൊരു മനുഷ്യനാണ്, അല്ല നല്ലൊരു ഗോസ്റ്റ് ആണ്, ശരിക്കും നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ട്. അവിടെ സിംഗട്ടാക്കി നെക്സ്റ്റ് ഡേ ഹാൻ ബസ്സിൽ പൊക്കൊണ്ടിരിക്കുന്ന ടൈമില് അവളുടെ ഡയറി എടുത്ത് വായിക്കുന്നുണ്ട്. അതെല്ലാം വായിക്കുന്നതിനനുസരിച്ച് ആ ഒരു 2 മാസത്തെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അവക്ക് ഓർമ്മ വരാൻ തുടങ്ങി. അവള് ചെയ്തു കൂട്ടിയ കുറുമ്പും ഹീറോ അവക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സേഫ് സോണും അങ്ങനെ ഓരോ കാര്യങ്ങളും അവക്ക് ഓർമ്മ വന്നു. അന്ന് നൈറ്റ് തന്നെ ഹീറോനെ കണ്ട് അവക്ക് ഓർമ്മ വന്ന സന്തോഷ വാർത്ത പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഇന്ന് നമുക്ക് പാർക്കിൽ പോവാന്ന് പറഞ്ഞ് ഹീറോ മെസ്സേജ് അയച്ചിരിക്കുക. അത് കണ്ടതും ഇന്ന് ഏത് ഡ്രസ് ഇടുന്നുള്ള കൺഫ്യൂഷൻ ആണ് ഹാനിന്. എവിടെയും പോകണമെന്ന് വിചാരിച്ചാ അത് ഏറ്റവും വലിയ കൺഫ്യൂഷൻ അല്ലേ. മോർണിംഗിൽ തന്നെ ഹീറോയും നമ്മും ഗുവും അയാളെ തപ്പി വന്നിരിക്കുകയാണ്. അയാളെ ഹീറോയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഒരു ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞെങ്കിലും ഫ്ലാറ്റ് നമ്പറോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. ഓരോ ഫ്ലാറ്റും മാറി മാറി നോക്കി അയാളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരും ഇല്ലാത്തൊരു ഫ്ലാറ്റിൽ വന്നു. അതിനുള്ളിൽ കയറി നോക്കിയപ്പോ അവിടെ ഒരു ബോക്സ് ഇരിക്കുന്നു. അത് ഓപ്പൺ ആക്കി നോക്കിയാ ഹീറോ കളയാനായിട്ട് വെച്ചിരുന്ന അവന്റെ തന്നെ തിങ്സ് ആണ് അതിനുള്ളിലുള്ളത്. ഇതെങ്ങനെ ഇവിടെ വന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അടുത്തുള്ള ഒരു റൂമിൽ പോയി നോക്കിയാ അയാൾ ഓൾറെഡി അവിടെ കൊല ചെയ്യപ്പെട്ടിരുന്നു. ആരാണ് ഇയാളെ കൊന്നെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ടൈമില് അവിടേക്ക് ആ ഒരു പോലീസുകാരൻ വരികയാണ്. പോലീസുകാരൻ തന്നെയല്ല, ഹീറോനെ കൊല്ലാനായിട്ട് ട്രൈ ചെയ്യുന്ന ഈവൽ സ്പിരിറ്റും ഉണ്ട് കൂടെ. അവരെ കണ്ടതും ഹീറോ ശരിക്കും ഷോക്കായി. അവിടെ സിംഗട്ടാക്കി ഇവിടെ ഹീറോയ്ക്ക് വേണ്ടി പാർക്കിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഹാൻ. കുറെ നേരമായിട്ട് ഹീറോനെ കാണാത്തോണ്ട് കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാ ഹീറോ ഫോൺ എടുക്കുന്നില്ല. വീണ്ടും ട്രൈ ചെയ്യാൻ നേരം ഹാനിന്റെ ഫോണ് ഒരാൾ വന്ന് തട്ടിയിടുന്നുണ്ട്. അതെടുക്കാനായിട്ട് കുനിയുന്ന സമയത്ത് അവക്ക് കുറച്ച് കാര്യങ്ങളോട് ഓർമ്മ വരിക. അന്ന് ആക്സിഡന്റ് നടന്ന സമയത്ത് അവിടെ വന്നിരുന്നത് 2 പേരാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അത് 3 പേരാണ്. ആരായിരിക്കും മറ്റേ ആളിന് ഇവർക്കാർക്കും അറിയില്ലല്ലോ. ആ കാര്യം ഓർമ്മ വന്നത് ഹീറോന്റെ അടുത്ത് പെട്ടെന്ന് പറയാനായിട്ട് കോൾ ചെയ്യാൻ നോക്കിയ ഹീറോ ഫോൺ എടുക്കുന്നില്ല. ഇവിടെ ഹീറോ ഗോസ്റ്റിനെയും പോലീസുകാരനെയും കണ്ട ടെൻഷനിലാണ്. ഹാൻ ഇവിടെ കോൾ ചെയ്തോണ്ടേ ഇരിക്കുക. ഹാനിന് കൂടുതൽ ടെൻഷനായി. അങ്ങോട്ടേക്ക് പോയി നോക്കാന്ന് കരുതി അവൾ ഓടി വരുന്ന സമയത്ത് ഹീറോ അവിടെ നിന്ന് നടന്നു വരുന്നു. എനിക്കും കണ്ടപ്പോ എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. കാരണം ഇപ്പൊ ഹീറോ അവിടെ നിൽക്കുകയാണല്ലോ. ഹീറോനെ കണ്ട സന്തോഷത്തില് ഓടി വന്ന് ഹഗ് ചെയ്യാൻ നോക്കിയ ഹീറോനെ ഹഗ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഉള്ളത് ഹീറോയുടെ ആത്മാവാണെന്ന്. സോറി ഹാൻ, നിന്നെ ഒരിക്കലും കരയ്ക്കരുതെന്ന ഞാൻ കരുതിയത്. പക്ഷെ തന്ന വാക്ക് പാലിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഐ എം സോറി ഹാൻ എന്ന് പറഞ്ഞു ഈ ഒരു എപ്പിസോഡ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. ശരിക്കും ഹീറോ മരണപ്പെട്ടോ? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അതൊക്കെ കാണാനായിട്ട് അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണണം. അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.